അല്ല, പോർമുഖം അവസാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പോർമുഖം ഇനി കൂടുതൽ എന്താ പറയുക, വിപുലമാകാൻ പോവുകയാണ്. അതിശക്തമായ പോരാട്ടം സർക്കാരും ഗവർണറുമായി ഇനിയും തുടരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്കും ബീഹാർ ഗവർണറായിട്ടുള്ള ആർലേക്കറെ കേരളത്തിലേക്കും സ്വാപ്പ് ചെയ്യുന്നതിനകത്ത്, അങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJP ക്കുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. നമുക്കറിയുന്നത് പോലെ 2025 അടുത്ത വർഷം ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിലെ കഴിഞ്ഞ 15 വർഷമായി അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാർ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. 2024 തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ നേട്ടം ഇന്ത്യ ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണെങ്കിൽ കൂടിയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്തരീക്ഷം മാറുമെന്ന് തന്നെയാണ് BJPയും NDAയും കണക്ക് കൂട്ടുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലാലു പ്രസാദ് യാദവിൻ്റെ RJD എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ രീതിയിൽ മുസ്ലിം പിന്തുണയുണ്ട്. യഥാർത്ഥത്തിൽ ബീഹാറിൽ 17% മുസ്ലിങ്ങളാണുള്ളത്. ആ 17% മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും പിന്തുണയ്ക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായിട്ടുള്ള രാഷ്ട്രീയ ജനതാദളിനെയാണ്. 14% മാത്രമാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ യാദവരുള്ളത്. പക്ഷേ ഈ മുസ്ലിം യാദവ് കോമ്പിനേഷനിലൂടെയാണ് ലാലു പ്രസാദ് യാദവ് എപ്പോഴും, അദ്ദേഹത്തിൻ്റെ പാർട്ടി എപ്പോഴും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് 2025 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. അവിടെ ഈ മുസ്ലിം വിഭാഗത്തെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടി വേണം ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉള്ള മാസങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാന് നിശ്ചയമായും ബീഹാറിൽ ഒരു രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാനുണ്ട്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന, കേരളത്തിലേക്ക് വരുന്ന ആർലേക്കറിൻ്റെ ഒരു പാസ്റ്റ് എന്താണ്? ആർലേക്കർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിശക്തനായിട്ടുള്ള ഒരു RSS പ്രചാരകമായിരുന്നു. RSSലൂടെ വളർന്നു വന്ന നേതാവാണ് എന്ന് മാത്രവുമല്ല, അമിത്ഷായുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടുമൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? ഗോവയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഗോവയിൽ മത്സരിക്കുകയും അവിടെ MLA ആയി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നിയമസഭയിൽ സ്പീക്കറായിരുന്നിട്ടുണ്ട്. ഗോവയിലെ BJPയെയും അവിടുത്തെ സുപ്രധാനമായ ചർച്ചകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് മനോഹർ പാരിക്കറിനെ പോലെ തന്നെ ആർലേക്കറും. അപ്പോൾ ആ അർത്ഥത്തിൽ ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തീയ സമുദായത്തെ സ്വാധീനിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് ഹിന്ദുത്വം മാത്രം മുന്നിൽ വെച്ച് NDAക്ക് BJPക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള വഴിയൊരുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ആർലേക്കർ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബീഹാർ ഗവർണർ എന്നുള്ള പദവി തന്നെ നൽകി BJPയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ്, കേരളത്തിൽ എന്താണ് BJP ഉന്നമിക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം എന്ന് പറയുന്നത്? ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്നുള്ളതാണ്. അത് വിജയിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിവാദമായത്, രാജ്യത്തെമ്പാടും പള്ളികൾ ആക്രമിക്കപ്പെടുകയും ക്രിസ്തീയ വിശ്വാസികൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ബിഷപ്പ് കൗൺസിൽ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രിയുമായി നല്ല ബന്ധമുണ്ടാകുന്നത് നല്ലതാണെന്നുമൊക്കെയാണ് വലിയ ബിഷപ്പുമാർ തന്നെ ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഈ ഗോവ ഫോർമുലയുണ്ടല്ലോ, ആ ഗോവ ഫോർമുല നന്നായി പ്രാവർത്തികമാക്കിയിട്ടുള്ള ആർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ 2026 നടക്കാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ക്രിസ്തീയ ബന്ധം, ക്രിസ്തീയ സമൂഹവുമായിട്ടുള്ള, ആ സമുദായവുമായിട്ടുള്ള, പള്ളികളുമായിട്ടുള്ള, അതിൻ്റെ നേതൃത്വത്തിലുള്ളവരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധമുണ്ടാക്കുക എന്നൊരു രാഷ്ട്രീയ ദൗത്യം ആർലേക്കറിനുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ബീഹാറിലേക്കുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്കുള്ള ആർലേക്കറിൻ്റെയും വരവിനൊരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്, ഒരു രാഷ്ട്രീയ നീക്കം അതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പോർമുഖം തുടരുമോ എന്നുള്ളതാണ്. പോർമുഖം തുടരും, ഏറ്റുമുട്ടൽ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അക്കാര്യത്തിൽ ആർലേക്കർ കുറച്ചുകൂടി ശക്തനാണ്. ഇപ്പോൾ ഈ വർഷം ICHRൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, അല്ലെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ആ കൗൺസിൽ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായത്. എന്താണ് ആ പ്രസ്താവന എന്ന് പറയുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സത്യാഗ്രഹത്തിലൂടെ നേടിയെടുത്തതല്ല, മറിച്ച് ഇന്ത്യക്കാർ ആയുധധാരികളായി മാറിയെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അധികാരം വെച്ചൊഴിഞ്ഞ് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കൂ, രാജ്യത്തിൻ്റെ സത്യാഗ്രഹികൾ നടത്തിയ സത്യാഗ്രഹത്തിൻ്റെയും അഹിംസയുടെയും സമരത്തിലൂടെ ആർജിച്ചെടുത്ത രാഷ്ട്രസ്വാതന്ത്ര്യത്തെ ആയുധവൽക്കരിച്ച ഒരു ജനതയുടെ നേട്ടമായി മാറ്റാൻ ശ്രമിക്കുന്ന, എന്താ പറയുക, ചരിത്രപരമായി തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ഒരാളാണ് ആർലേക്കർ എന്ന് പറയുന്ന ഈ RSS നേതാവ്. അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ചരിത്ര പരിപാടിയിൽ വെച്ചിട്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രം രചിക്കുന്നതിനകത്ത് എപ്പോഴും മാനദണ്ഡമായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണങ്ങളാണ് എന്നും, ആ ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചരിത്ര രചന എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുകയും വസ്തുതകളെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു എന്നുമൊക്കെയുള്ള അക്കാഡമിക്കായ തലത്തിൽ വരെ വളരെ ശക്തമായ RSSൻ്റെ രാഷ്ട്രീയം, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം, ആ വാദമുഖങ്ങൾ നിരന്തരം
നിരന്തരം ഉന്നയിക്കുന്നയാളാണ് ആർലേക്കർ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് അടുത്ത ദിവസം പറഞ്ഞത് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഭൂരിഭാഗം ആളുകളും ഇടതുപക്ഷ സ്വഭാവത്തിൽ ഇടതുപക്ഷ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നെഹ്റുവിയൻ സോഷ്യലിസം ഉണ്ടായത് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ RSSൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അത് എല്ലാ വേദികളിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ആർലേക്കർ. ആ അർത്ഥത്തിലൊരു RSS സൈദ്ധാന്തികനാണ് ആർലേക്കർ എന്ന് പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരെ വിശ്വസിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, പിന്നെ ജനതാദളായിരുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ RSSൻ്റെ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ പ്രചാരകനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ആർലേക്കർ. അപ്പോൾ ആ അർത്ഥത്തിൽ ആർലേക്കർ ഇടപെടാൻ പോകുന്നത് സൈദ്ധാന്തികമായി കൂടിയാണ്. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്കിറങ്ങി നിന്ന് സർക്കാരിനെ വെല്ലുവിളിക്കുക, വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടലിന് ഒരുങ്ങുക, ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായി ഇടപെടലുകൾ നടത്താൻ പോകുന്ന ഒരു ഗവർണറെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആ അർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നു കേട്ടിരുന്നു മുഖ്യമന്ത്രി ഒന്ന് പോയി കാണണമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരൊന്ന് പോയി കാണണമായിരുന്നു ഒക്കെ. നോക്കൂ, രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിന് ഇത്തരത്തിലുള്ള ഉപചാരങ്ങൾക്കൊന്നും പ്രസക്തിയില്ലെന്നേ. ചില രാഷ്ട്രീയ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ചില സ്ഥലങ്ങളിൽ പോകാതിരിക്കേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. അതൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ പോയി കണ്ട് ഉപചാരം പറഞ്ഞ് പിരിയേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കഴിഞ്ഞ 63 മാസങ്ങളായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ഒരു വോക്കലും വിസിബിളുമായിട്ടുള്ള, ബിക്കോസ് ഓഫ് റോങ് റീസൺ കേട്ടോ, തെറ്റായ കാരണങ്ങളാൽ വളരെ വോക്കലായിരുന്ന ഒരു ഗവർണറായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ ഗുഡ് ബുക്കിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ബീഹാർ ഗവർണറായിട്ട് ഇപ്പോൾ കുറച്ചുകൂടി വലിയൊരു സംസ്ഥാനമല്ലേ, വടക്കേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യക്ക് നിർബന്ധമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കാരണം ബീഹാറിൽ തോൽവി ഉണ്ടായാലുണ്ടല്ലോ, തൊട്ടടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലെ സ്ഥിതി ഒട്ടും പ്രതീക്ഷയുള്ള ഒരു സാഹചര്യമല്ല. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വലിയ റിസൾട്ടാണല്ലോ 2024 തെരഞ്ഞെടുപ്പിൽ, പൊതുതെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നുണ്ടായത്. അപ്പം അതുകൊണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നരേന്ദ്രമോദിയും BJPയും നോക്കിക്കാണുന്നത്. അപ്പോൾ അവിടെ ചില രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ സ്ഥാപിക്കുന്നു, ഇവിടെ ചില രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ആർലേക്കറെ സ്ഥാപിക്കുന്നു. ആ രീതിയിലാണ് ഞാൻ ആ രാഷ്ട്രീയ നീക്കത്തെ കാണുന്നത്. പോർമുഖം കടുക്കും, പോരും ഏറ്റുമുട്ടലുമൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് കേരളവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് സർക്കാരിനെ എത്തിക്കാൻ ഗവർണറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായ ശ്രമമുണ്ടാവും, സൈദ്ധാന്തികമായ ശ്രമമുണ്ടാവും. ആ അർത്ഥത്തിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകാനിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Meet the editors.